യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം. ഇരുപത്തിയൊന്ന് മുതലുള്ള ചില വാക്യങ്ങളാണ് നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് ഉള്ളത്. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. ആകയാൽ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. അപ്പോൾ വചനം കേൾക്കുക മാത്രം ചെയ്താൽ അതിനെ ചെയ്യാത്തവരായിട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നേ? ചതിക്കുക ചെയ്യുന്നല്ലേ. ചതിക്കുന്നവരെ നമ്മൾ എന്തെന്നാ പറയുക? ചതിയന്മാരെന്ന് പറയും. അതൊരു നല്ല പേരാണോ? ആണോ? അങ്ങനെ ആരെങ്കിലും നമ്മളെ വിളിച്ചാൽ നമുക്ക് എന്ത് തോന്നും? ദേഷ്യം തോന്നും അല്ലേ? ഇപ്പം വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് അത് പ്രവർത്തിക്കാത്ത ആളുകളെ വിളിച്ചിരിക്കുന്നത് എന്താ? ദേഷ്യം തോന്നുന്നുണ്ടോ? ദേഷ്യമാണോ തോന്നേണ്ടത്? അല്ല അല്ലേ? ദേഷ്യം തോന്നിയാൽ കാര്യമില്ല. അപ്പോൾ ചതിയന്മാരെന്ന് വിളിച്ചാൽ നമുക്ക് ദേഷ്യം തോന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ദേഷ്യം തോന്നും എന്നാണ് വരുന്നത്. ദൈവവചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ. ചതിക്കുന്നത് ആരെയാണ്? കേൾക്കുക മാത്രം ചെയ്താൽ നമ്മെ തന്നെ ചതിക്കുക ചെയ്യുന്നത്. മറ്റുള്ളവരാരെങ്കിലും നമ്മെ ചതിച്ചാൽ നമ്മുടെ മനോഭാവം എന്താ? ഭയങ്കര ദേഷ്യം തോന്നും അല്ലേ? സങ്കടം തോന്നും, ദേഷ്യം തോന്നും. അങ്ങനെ പലവിധ മാനുഷിക വികാരങ്ങൾ അതിനോട് നമുക്കുണ്ടാകും. മറ്റുള്ളവരാരും നമ്മളെ ചതിക്കാതിരിക്കുമ്പോഴും നാം നമ്മെ തന്നെ ചതിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് ദൈവവചനം കേൾക്കുകയും എന്നാൽ അതൊന്നും ചെയ്യാതെയും ഇരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ വചനം കേൾക്കുക മാത്രം ചെയ്യാത്ത ആളുകളെക്കുറിച്ച് കർത്താവ് പറഞ്ഞതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. എന്താണ് കർത്താവ് പറഞ്ഞേ? മണലിന്മേൽ വീട് പണിയുന്ന ഒരു മനുഷ്യനോട് തുല്യനാക്കിയാണ് പറഞ്ഞിരിക്കുന്നത്. മണലിന്മേൽ വീട് പണിതാൽ എന്ത് സംഭവിക്കും? പ്രകൃതിയിൽ നമുക്കറിയാം, മഴയും വെള്ളപ്പൊക്കവും കാറ്റും ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥയില്ല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അത് വരിക സ്വാഭാവികമാണ്. അപ്പോൾ മണലിന്മേൽ ഒരു വീട് പണിത് വെച്ച് കഴിഞ്ഞാൽ അത് നിലനിൽക്കുകയില്ല. അതായത് വചനം കേൾക്കുകയും അതനുസരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ക്രിസ്തീയ ജീവിതത്തിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പക്ഷേ ഇവിടെ വീട് പണിയുന്നതായിട്ടുള്ള ഒരാൾക്ക് ഒരു കാലത്തും ഒരായുസ്സിൽ മഴയോ കാറ്റോ ഒന്നും വന്നില്ല എന്ന് വന്നാൽ പോലും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലുടനീളം ആത്മീകമായ ഒരു പോരാട്ടം, അവിടെ കാറ്റും തീയും വെള്ളപ്പൊക്കവും ഒക്കെ ആകുന്ന ആത്മീകമായ ഒരു പോരാട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. മണലിന്മേൽ വീട് പണിതതുപോലെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചു. എന്നാൽ ഇന്ന് അതിനെക്കുറിച്ച് വചനം മറ്റൊരു നിലയിൽ പറയുകയാണ്. എന്താണ്? നമ്മൾ നമ്മളെ തന്നെ ചതിക്കുന്നവരാണ്. ചതിയിൽപ്പെട്ട ഒരാളുടെ അവസ്ഥ എന്താ? ചതിക്കപ്പെട്ട ഒരാളുടെ അവസ്ഥ എന്താ? കഷ്ടമല്ലേ? ആരെങ്കിലുമൊക്കെ ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹതാപം തോന്നും. നമുക്ക് നമ്മളെക്കുറിച്ച് സഹതാപം തോന്നുന്നുണ്ടോ? അയ്യോ, ഞാൻ
ചതിക്കപ്പെട്ട അവസ്ഥയിലാണല്ലോ എന്നുള്ളൊരു സഹതാപം നമ്മളെക്കുറിച്ച് തോന്നുന്നുണ്ടോ? ഉണ്ട്. ദേഷ്യമല്ല തോന്നുന്നത് അല്ലേ? നമുക്ക് ചതിക്കപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു ചിന്തയാണ് നമ്മളിൽ വരുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള വാക്യം, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ഇത് കൈക്കൊണ്ട ഒരു സമയത്തെക്കുറിച്ച് അല്ല പറഞ്ഞിരിക്കുന്നത്, കൈക്കൊള്ളുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിച്ച എന്നല്ല പറഞ്ഞിരിക്കുന്നത്, രക്ഷിപ്പാൻ ശക്തിയുള്ളതും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആത്മാക്കളുടെ രക്ഷ എന്ന് പറയുന്നത് അത് ഒരർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ സാധിക്കുന്നതാണെങ്കിലും അതിന് ഒരു തുടർച്ച ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ആഴ്ചയും നമ്മളത് ചിന്തിച്ചു. എന്തായാലും ചിന്തിച്ചേ, അവൻ്റെ പുത്രൻ്റെ മരണത്താൽ അവനോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ചത് അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായിട്ടുള്ള വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. അപ്പോൾ ഈ വചനം ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നേ? എവിടെയാ വചനം ഇരിക്കുന്നേ? അവിടെ വാക്യം നോക്ക്. ഉള്ളിൽ വചനമുണ്ട് അല്ലേ? ഉൾനട്ടതായ വചനം എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ ഉള്ളിലുള്ള വചനത്തെ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നേ? സൗമ്യതയോടെ കൈക്കൊള്ളണം അല്ലേ? അപ്പം നിങ്ങൾ വചനം ധാരാളം വായിക്കണം, കേൾക്കണം എന്നാണോ പറയുന്നേ? അല്ല. ഉൾനട്ടതായിട്ടുള്ള വചനം, ഉള്ളിലുള്ളതായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം അല്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വചനം കൈക്കൊള്ളാതെ ഇരിക്കുന്ന ഒരു ഭീകരാവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഒരു അല്പം ഭയം തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലേ? എനിക്കൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു പ്രാസംഗികൻ തായ്ലൻഡിലാണെന്ന് തോന്നുന്നു. തായ്ലൻഡിൽ പ്രസംഗിക്കാൻ വന്നപ്പം ഒരു ടിക്കറ്റൊക്കെ എടുത്ത് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം പ്രസംഗം കേൾക്കാനായിട്ട് തായ്ലൻഡിൽ പോയി വന്നു. ഈ വചനം കേൾക്കുക എന്ന് പറയുന്നത് പലർക്കും, പ്രത്യേകിച്ച് ചില വ്യക്തികളിൽ നിന്ന് കേൾക്കുക എന്ന് പറയുന്നത് പലർക്കും വളരെ ആവേശവും സന്തോഷവും ഒക്കെയാണ്. എന്നാൽ ഈ വചനം കേട്ടിട്ട് അതിലുള്ളിലിരിക്കുകയും അതിനെ സൗമ്യതയോടെ കൈക്കൊള്ളാതെ ഇരിക്കുകയും ചെയ്താൽ അതിൻ്റെ അവസ്ഥ എന്താ? വചനം അങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു അല്ലേ? കേട്ടുകൊണ്ടേയിരിക്കുന്നു. അത് എവിടെയല്ല, അത് പോകുന്നുണ്ട്. എങ്ങോട്ട് പോകുന്നുണ്ട്? ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അതായത് നമ്മുടെ ബുദ്ധിയിലേക്ക് നാം ധാരാളം കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പക്ഷേ അതിനെ സൗമ്യതയോടെ നാം കൈക്കൊള്ളുന്നതിൽ പരാജയമുണ്ട്. അപ്പം എന്തെങ്കിലും ഒന്നിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബലൂണിൽ നമ്മൾ കാറ്റ് നിറയ്ക്കുന്നതിനോട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. നമ്മുടെ ഉള്ളിൽ വചനം നിറയ്ക്കുന്നതിനെക്കുറിച്ച് ഒരു ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നത് പോലെ ഒന്ന് ചിന്തിച്ച് നോക്കുക. കാറ്റ് നിറയ്ക്കുന്നതനുസരിച്ച് ബലൂൺ എന്ത് ചെയ്യും? അതങ്ങനെ വീർത്ത് 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 വരും അല്ലേ? അവസാനം എന്താവും? പൊട്ടിപ്പോവും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവവചനം കേട്ട് പഠിച്ച് 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 ബൈബിളൊക്കെ ഒത്തിരി കാണാപ്പാഠം പഠിച്ച്, പുസ്തകങ്ങളും കാണാപ്പാഠം പഠിച്ച്, അതുപോലെ കേട്ട് എങ്ങനെയും ആരോടും തർക്കിക്കാനും വാദിക്കാനുമുള്ള പ്രാഗൽഭ്യമൊക്കെ സമ്പാദിച്ച് അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ എന്തു പറ്റി? ബലൂൺ വീർക്കുന്നത് പോലെ അങ്ങനെ വീർത്ത് 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 ഈ മനുഷ്യൻ വരും. എന്നാൽ ഈ ഉള്ളിൽ കിടക്കുന്നതായിട്ട് ഉൾനട്ടതായിട്ടുള്ള വചനം സൗമ്യതയോടെ
കൈക്കൊള്ളുന്നു, ആത്മാവിലേക്ക് കൈക്കൊള്ളുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഈ ബലൂണിൽ നിന്നും കാറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് അഴിച്ചുവിടുന്നത് പോലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? എന്ത് പറ്റും? ഇത് വീർത്ത് 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 പൊട്ടുമോ? മറിച്ച് എന്ത് പറ്റും? അത് നമ്മുടെ ആത്മാവിൽ കൈക്കൊണ്ട് പ്രവൃത്തികളായിട്ട് രൂപാന്തരപ്പെട്ട് നമ്മെ ഒരു നല്ല ദൈവ പൈതലാക്കി മാറ്റും. അല്ലേ? അറിവ് ചീർപ്പിക്കുന്നു, നമ്മൾ വായിക്കുന്നുണ്ട്, അറിവ് ചീർപ്പിക്കുന്നു. നമ്മളുടെ അനുസരണത്തിലേക്ക് വരാതെ സൗമ്യതയോടെ കൈക്കൊള്ളാത്തതായിട്ടുള്ള നമ്മുടെ അറിവ് എല്ലാം ആത്യന്തികമായിട്ട് ഒരു ബലൂൺ വീർപ്പിക്കുന്നത് പോലെ നമ്മെ വീർപ്പിക്കും. വേണമെങ്കിൽ നമുക്ക് പഠിപ്പിക്കാനുള്ള അറിവുകളൊക്കെ നമുക്ക് സമ്പാദിക്കാം. ഈ ബൈബിൾ കോളേജുകളിലൊക്കെയുള്ള ആളുകൾ പലരും, ടീച്ചേഴ്സൊക്കെ പലരും നിരീശ്വരവാദികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവവചനം നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളും അവരുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആരെ വേണമെങ്കിലും പഠിപ്പിക്കാനൊരു തയ്യാറെടുപ്പ് നമുക്കുണ്ട്, അറിവ് നമുക്കുണ്ട്, എല്ലാമുണ്ട്. എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ആ അവസരങ്ങളൊന്നും പാഴാക്കാതെ മറ്റുള്ളവരോട് സംസാരിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും നമ്മളുടെ അറിവുകളൊക്കെ, അല്ലേ, അറിവ് എന്ന് പറയുന്നത് എനിക്ക് നല്ല അറിവുണ്ട് എന്ന് ആളുകളെ ധരിപ്പിക്കുമ്പോൾ അതിലൊരു നമുക്കൊരു സംതൃപ്തിയുണ്ട്, അല്ലേ? അങ്ങനെ ഒരു സംതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ അറിവുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനും അതുപോലെ തന്നെ 4 പേരുടെ മുമ്പിൽ 4 വാക്ക് സംസാരിക്കാം. അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ 4 പേരുടെ മുമ്പിൽ 4 വാക്ക് വർത്തമാനം പറയാനും ഒക്കെ ഉള്ള ഒരവസ്ഥയിലേക്ക് ഈ വചനം ഉൾനടുന്നത് വഴി നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. എന്നാൽ അത് നമ്മളുടെ ആത്മാവിലേക്ക് അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് നമ്മളെ നശിപ്പിക്കും, നമ്മളെ നിഷ്ക്രിയരാക്കും, നമുക്കൊരു പ്രയോജനവും ചെയ്യുകയില്ല. അങ്ങനെയുള്ള ആളുകളെക്കുറിച്ചാണ്, അതായത് ഉൾനട്ടതായിട്ടുള്ള വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവാൻ മനസ്സില്ലാത്ത ആളുകളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ അടുത്ത വാക്യത്തിൽ എന്ത് പറയുന്നു? വചനം കേട്ടിട്ട് തങ്ങളെ തന്നെ ചതിക്കാതെ. അപ്പോൾ ചതിക്കുന്നത് ആരാ? ചതിക്കുന്നത് ഇങ്ങനെ വചനം കേൾക്കാത്തവരാണോ? അറിയത്തില്ലാത്തവരാണോ? പഠിപ്പിക്കാൻ പോലും പ്രാപ്തരായിട്ടുള്ള ആളുകളാണ്. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും അവർ ദൈവവചനം പഠിപ്പിക്കും. അതിനുള്ള എല്ലാ റിസോഴ്സസും അതിനുള്ള എല്ലാ കഴിവും അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ ഉണ്ട്. പക്ഷേ അത് അനുസരണമായിട്ട് ജീവിതത്തിലേക്ക് വരാതിരിക്കുമ്പോൾ അത് നമ്മെ നശിപ്പിക്കുന്നു. വീർത്ത് വീർത്ത് ഒരു ബലൂൺ പൊട്ടുന്നത് പോലെ നമ്മൾ അങ്ങനെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അത് നമുക്ക് ഗുണകരമായിട്ട് വരുന്നില്ല. ഈ 18-ാമത്തെ വാക്യത്തിൽ സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ജനിപ്പിച്ചതും നമ്മളെ വളർത്തുന്നതും, ജനിപ്പിക്കുക മാത്രമല്ല നമ്മളെ വളർത്തുന്നതും ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ഈ ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ ദൈവവചനം കേൾക്കുമ്പോൾ അത് എവിടെയാണ് അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചർച്ചിൽ എല്ലാ ദിവസവും തന്നെ ദൈവവചന പഠനമുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഒരു സെമിനാരിയിൽ പോയി പഠിച്ചാൽ പോലും ഇത്രയേറെ ദൈവവചന പഠനം അതിൻ്റെ ശുദ്ധമായ രീതിയിൽ ലഭിക്കുകയില്ല. അവരൊക്കെ ഓരോ തത്വശാസ്ത്രങ്ങൾ ഉണ്ടാക്കി ആ തത്വശാസ്ത്രത്തിലേക്ക് ആളുകളെ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവവചനം വളരെ ക്രമമായും ഇതുപോലെ പഠിപ്പിക്കുന്നതായിട്ടുള്ള സഭകൾ തന്നെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത് ഇത് നമ്മെ വീർപ്പിച്ച് നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ, നമ്മുടെ ജഡത്തെ അങ്ങ് വീർപ്പിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതെപ്പോഴാണ് ആ സാധ്യത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അനുസരിക്കാനായിട്ട് കൂട്ടാക്കാത്ത ആളുകളായിരിക്കുമ്പോഴാണ്. ഈ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരുപക്ഷെ ഈ ചതിക്കുന്നത് പല വിധത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകൾ എന്താണ്? വീട്ടിലെ കാര്യങ്ങളോ, ബിസിനസ്സിലെ കാര്യങ്ങളോ, കൃഷി കാര്യങ്ങളോ, ഓഫീസ് കാര്യങ്ങളോ ഒക്കെയാണ് നമ്മുടെ ചിന്തയിലുള്ളത് എങ്കിൽ
നമ്മളെന്താ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, അല്ലേ? കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെവി കൂടെ കയറി വേറൊരു ചെവി കൂടെ പോവുക എന്ന് നമ്മളൊരു പറയാറുണ്ടല്ലേ. അത് നമ്മളെ സ്പർശിക്കുന്നു പോലുമില്ല. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ഭയപ്പെടാറുണ്ട്, ഈ ദൈവവചനം കേൾക്കുന്നത് എത്രത്തോളം ആളുകൾ അവരുടെ ബുദ്ധിയിലെങ്കിലും അത് മനസ്സിലാക്കുന്നുണ്ട്, അതിനുള്ള ആ താല്പര്യമെങ്കിലും ആളുകൾക്കുണ്ടോ എന്നുള്ളത് ഞാൻ ഭയപ്പെടാറുണ്ട്. കാരണം ചിലപ്പോഴൊക്കെ എന്തെങ്കിലും നമ്മൾ വളരെ പഠിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ചില വിശ്വാസികളോട് ചോദിച്ചാൽ അവർ ശരിയായിട്ടുള്ള ഒരു മറുപടി പറയാൻ അവർക്ക് കഴിയുന്നില്ല, തെറ്റായിട്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ പഠിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ബുദ്ധിയുടെ തലത്തിൽ പോലും ഇരിപ്പില്ല. ബുദ്ധിയുടെ തലത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ സൗമ്യതയുടെ ആത്മാവിൽ, സൗമ്യതയോടെ നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക്, ആത്മാവിലേക്ക് നമുക്ക് കൈക്കൊള്ളുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേൾക്കുന്നുണ്ട്, എന്നാൽ ചിന്തകളൊക്കെ മറ്റെവിടെയോ ആണ്. അങ്ങനെ ഇരുന്ന് വചനം കേൾക്കാം, പിന്നെ അതൊരു ചതിയാണ്. പിന്നെ വേറൊരു ചതിയുണ്ട്. എന്താണ്? നമുക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് പ്രത്യേകിച്ച് നമുക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്, അല്ലേ? പഴയ കാര്യങ്ങൾ കേൾക്കുന്ന പോലെയല്ല. എന്തെങ്കിലും പുതിയ ആശയങ്ങൾ, പുതിയ സമീപന രീതികൾ, പുതിയ കാര്യങ്ങൾ, ഈ പുതിയ രീതിയിലൊക്കെ നമുക്ക് അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് അത് കേൾക്കാനായിട്ട്. കാരണം കേട്ട് 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 മടുത്ത ഒത്തിരി കാര്യങ്ങൾ. എത്ര വർഷമായി നമ്മളൊക്കെ പ്രസംഗം കേൾക്കാൻ തുടങ്ങിയിട്ട്? എത്രയോ വർഷങ്ങളായി. അപ്പോൾ ഈ പുതിയത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം, അത് നമ്മുടെ ജഡത്തിലുള്ളൊരു സന്തോഷമാണ്, അല്ലെങ്കിൽ ദേഹിയിലുള്ളതായ ഒരു സന്തോഷമാണ്. ഈ പഴയത് കേൾക്കാൻ താല്പര്യമില്ലാത്തത് എന്താണെന്നറിയാമോ? അത് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്, ഉൾനട്ടതായിട്ട് കിടപ്പുണ്ട്. നമുക്കുള്ള ഒരു സാധനം, നമ്മൾ വയറ് നിറഞ്ഞിരിക്കുന്ന നമുക്ക് വീണ്ടും കൊണ്ടുവന്ന് എത്ര രുചികരമായ ഭക്ഷണം തന്നാലും നമ്മൾ എന്ത് പറയും? അത് വേണ്ടെന്ന് പറയും, അല്ലേ? അത് വേണ്ട. എന്താ കാരണം? രുചിയില്ലാത്തത് കൊണ്ടാണോ? അല്ല, നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം ഇരിക്കുക. അപ്പോൾ അത് നമ്മൾ വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കാനിക്കും, അല്ലെങ്കിൽ ഛർദ്ദിക്കും. എന്ന് പറഞ്ഞതുപോലെ ദൈവവചനം കേട്ട് നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരമോ രൂപാന്തരമോ വരുത്താത്തതായിട്ടുള്ള വചനം നാം വീണ്ടും കേൾക്കുമ്പോൾ നമുക്കൊരു വല്ലാത്ത അരോചകാവസ്ഥ കാണും. ഇത് തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത്? ഇത് തന്നെയല്ലേ ആ സഹോദരൻ പഠിപ്പിച്ചത്? ഇത് തന്നെയല്ലേ അവിടുന്ന് പഠിപ്പിച്ചത്? അല്ലേ? ഇത് തന്നെയാണല്ലോ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള വചനം ശരിക്കും ദൈവാത്മാവിലേക്ക് നമ്മളുടെ ആത്മാവിലേക്ക് സ്വീകരിച്ച് നമ്മളിൽ രൂപാന്തരം വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ? അപ്പം നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് സാധിക്കും. സ്നേഹത്തെക്കുറിച്ച് എത്ര പ്രസംഗിച്ചാലും കേൾക്കാൻ സാധിക്കുന്നത് ആർക്കാണെന്നറിയാമോ? സ്നേഹിക്കുന്നവർക്ക്. സ്നേഹിക്കാത്തവർക്ക് അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന് വേറെ ഒന്നും പറയാം ഇല്ലേ? പിന്നെ എന്താ തോന്നുക? ഇതൊക്കെ ആരെ കൊണ്ട് സാധിക്കും? ഇതൊക്കെ ഈ ഛർദ്ദിക്കുന്നതാ, അല്ലേ? ആണോ? അതെ, ഇതാണ് ഛർദ്ദിക്കുക. വചനം ഛർദ്ദിക്കുക, കൈക്കൊള്ളാതിരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. ഇദ്ദേഹത്തിന് ഇത് മാത്രമേ പറയാനുള്ളൂ. ഞാനാണെങ്കിൽ കുറച്ചുകൂടെ മെച്ചമായിട്ട് ഒക്കെ പല കാര്യങ്ങളും പറയാൻ, അങ്ങനെ ഈ ഉള്ളിൽ തിങ്ങി നിൽക്കുന്നവർക്ക് ഒരവസരം കിട്ടിയാൽ അതങ്ങ് അഴിച്ചു വിടാനായിട്ടുള്ളൊരു വലിയ പ്രവണത കാണും. കാരണം എന്താ? അതങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുവാണ്. അപ്പം അതുമാത്രവുമല്ല, ഈ നമ്മുടെ ഉള്ളിൽ ഈ ദൈവവചനം കിടക്കുമ്പോൾ നമ്മളെ ചതിക്കുന്നതായിട്ടുള്ള മറ്റൊരു വഴി രണ്ട് വഴി നമ്മൾ പഠിച്ചു. എന്താണ്? ഒന്ന്, കേട്ടിട്ടും ശ്രദ്ധിക്കാതിരിക്കുന്ന നിലയിലും. രണ്ട്, പുതിയ കാര്യങ്ങൾ കേൾക്കാൻ മാത്രം താല്പര്യമുള്ള ഒരവസ്ഥയിലാകുന്നതും. മൂന്നാമത്, നമ്മൾ കേട്ട നമ്മുടെ ഉള്ളിലുള്ള വചനത്തെ വെച്ച് നമ്മളെ ഒഴികെ ബാക്കി എല്ലാവരെയും നമ്മൾ അളക്കും, ഇല്ലേ? സാബു സഹോദരൻ, എൻ്റെ വചനത്തിൽ കുറച്ച് വചനമൊക്കെ ഉണ്ട്, എൻ്റെ ഹൃദയത്തിൽ കുറച്ച് വചനമൊക്കെ ഉണ്ട്. ആ വചനത്തെ വെച്ചിട്ട് സാബു സഹോദരൻ എൻ്റെ ഈ മനസ്സിലാക്കലിനനുസരിച്ച് എത്ര നിലവാരമുണ്ട്, അല്ലെങ്കിൽ ബാബു സഹോദരൻ ഏത് നിലവാരത്തിലാണ്, അല്ലെങ്കിൽ രമണി സഹോദരിക്ക് എന്ത് നിലവാരമാണ് എൻ്റെ ഈ വചനം പരിജ്ഞാനം അനുസരിച്ചുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് അളക്കും. അപ്പം വചനം പ്രവർത്തനമായിട്ട് മാറുകയാണോ ചെയ്യുന്നത്?
അല്ല, അല്ലേ? അതൊരു ചതിയാ. മറ്റുള്ളവരെ അളക്കാനായിട്ടാണോ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകുന്നത്? അല്ലല്ലേ. ആദ്യം ആരെ അളക്കണം? നമ്മളെ തന്നെ നമ്മൾ അളക്കണം. നമ്മൾ ഇവിടെ ഈ 21-ാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ. അപ്പോൾ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ടിട്ട് വേണം. എന്നാൽ മാത്രമേ ഈ ഉൾനട്ടതായിട്ടുള്ള വചനം നമുക്ക് സൗമ്യതയോടെ കൈക്കൊള്ളുവാനായിട്ട് കഴിയുള്ളൂ. പത്രോസ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവിടെ വായിക്കുന്നത്? ആകയാൽ സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഏകദേശം അതുതന്നെയാണ് യാക്കോബ് അപ്പസ്തോലനും ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വചനം നമ്മെ ചതിക്കുന്നതായിട്ടുള്ള മൂന്നാമത്തെ വഴി എങ്ങനെയാണ്? അത് വെച്ചിട്ട് നമ്മളെ അളക്കുന്നതിന് പകരം നമുക്കെപ്പോഴും ഒരു പ്രവണതയുണ്ടല്ലേ, മറ്റുള്ള ആളുകളെ അളക്കുക. അതൊരു ഇന്ന് ക്രിസ്തീയ ലോകത്ത് വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു വലിയ ചതിയുടെ ഒരു അവസ്ഥയാണ്. എല്ലാവരെയും നമ്മൾ അളക്കും, നമ്മളെ മാത്രം നമ്മൾ അളക്കില്ല. എല്ലാവരെയും അളക്കും, നമ്മളെ മാത്രം നമ്മൾ അളക്കുകയല്ല. നമ്മൾ നമ്മെ തന്നെ ചതിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വചനം കേട്ടിട്ട് ചെയ്യാത്ത ഒരാളെ കുറിച്ച്, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും 23 മുതലുള്ള വാക്യങ്ങൾ, ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് അവൻ ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. അപ്പോൾ നമുക്ക് ചതിയന്മാരുമാകാം, ഭാഗ്യവാന്മാരുമാകാം. ചതിയന്മാരാകുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഇനി ഭാഗ്യവാന്മാരാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ ചെയ്യാത്ത ആളുകളെ കുറിച്ച് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് എന്തിനാ? കണ്ണാടിയിൽ നോക്കുന്നത് എന്തിനാ? എന്തെങ്കിലുമൊക്കെ നമ്മളുടെ മുഖത്ത്, നമ്മളുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മുഖത്തുണ്ടെങ്കിൽ അതുണ്ടോ എന്ന് അറിയാനായിട്ടാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത്, അല്ലേ? എല്ലാവരും അങ്ങനെ അതിനില്ല. കാരണം വെറുതെ ഒന്ന് കണ്ണാടി നോക്കിയേക്കാന്ന് വിചാരിച്ചാലും നോക്കുകയല്ലോ. എല്ലാവരും നോക്കുന്നത് നമ്മളുടെ മുഖത്തിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ്. അങ്ങനെ മുഖത്ത് നോക്കിയപ്പം ഇവിടെ കുറേ കരിയൊക്കെ ഇരിക്കുന്നു. രാവിലെ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്തു, അത് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളറിയാതെ മുഖത്ത് കുറേ കരിയൊക്കെ പറ്റിയിട്ടുണ്ട്. കണ്ണാടിയിൽ നോക്കി കണ്ടു, നമ്മളെന്താ ചെയ്യുക? അതവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുമോ? കണ്ണാടിയിൽ നോക്കുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. കാരണം നോക്കിയതിൻ്റെ ലക്ഷ്യം എന്താ? അത് വൃത്തിയാക്കാനാണ്. എന്ന് പറഞ്ഞതുപോലെ ദൈവവചനം കേൾക്കുന്ന ഒരാൾ വെറുതെ കേൾക്കുന്നവരല്ല, അത് ശ്രദ്ധയോടെ തൻ്റെ ജീവിത നവീകരണത്തിന് വേണ്ടി കേൾക്കുന്നതായിട്ടുള്ള ഒരാൾ കേട്ടാൽ എന്താ ചെയ്യുക? ഇവിടെ പറയുന്നത് എന്താ? ഇവിടെ ഒന്നും പറയുന്നില്ല, അല്ലേ? മുഖം വൃത്തിയാക്കും. എന്തെങ്കിലും മോശമായിട്ട് നമ്മുടെ മുഖത്തുണ്ടെങ്കിൽ മുഖം വൃത്തിയാക്കും. അതാണ് കേട്ട് ചെയ്യുന്നവരെന്ന് പറയുന്നത്. അത് കണ്ടിട്ട് അതവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് പോകുന്നയാളെ സംബന്ധിച്ചിടത്തോളം അവൻ ക്രിസ്തീയ ജീവിതത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്ത, തികഞ്ഞ അശ്രദ്ധയുള്ളതായ ഒരു ആളാണ്. അവൻ ഉടനെ മറന്നു പോകുന്നു. പുറപ്പെട്ട് ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകും. നമ്മൾ പ്രസംഗം കേൾക്കുമ്പം നമ്മളുടെ ഉള്ളിൽ ചിലപ്പം ഞാൻ ശരിയാക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളിരിക്കും. ഇനി മുതൽ ശരിയാകാനൊക്കെ പോവുകയാണെന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകും. പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? അതെല്ലാം മറന്ന് നമ്മൾ നമ്മുടെ സാധാരണ അതിനു മുമ്പുണ്ടായിരുന്ന ജീവിതത്തിലേക്ക് പോകും. ഇതാണെന്ന് പൊതുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യം.
ഇവിടെയുള്ള ഒരു സഹോദരി സഹോദരന്മാരെ കുറിച്ചുമല്ല. ഒരുപക്ഷെ നമ്മളൊക്കെ വളരെ ഭക്തന്മാരും ഭക്തകളുമായിട്ടുള്ള ആളുകളാണ്. ഈ പറഞ്ഞ കുഴപ്പങ്ങളൊന്നും നമുക്കില്ല, ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വചനം കേട്ട് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ, അതായത് ഉള്ളിലുണ്ട്, കൈക്കൊള്ളുവാൻ പറ്റാത്തൊരവസ്ഥ, അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിനിടയ്ക്ക് എന്തോ ഒരു തടസ്സമുണ്ട്, അല്ലേ? അത് നമ്മുടെ ബുദ്ധിയിൽ നിന്നും ആത്മാവിലേക്ക് പോകുന്നതിന് തടസ്സമായിട്ട് എന്തോ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടല്ലേ അങ്ങോട്ട് പോകാതെ? അതെന്താ? നമുക്കൊരു പരിച്ഛേദന വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്ത് പരിച്ഛേദന നമുക്ക് വേണ്ടേ? ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന. ഈ ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എന്ന് പറയുന്നത് സംഭവിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനിടയിൽ ഒരു ഭയങ്കര കട്ടിയായ ഒരു തഴമ്പെന്നോ എന്താ പറയുക, ഒരു വെയിൽ, ഒരു തിരശീല എന്നൊക്കെ പറയാം. ഇവിടുന്നൊന്നും അങ്ങോട്ട് പോവില്ല, അവിടെ നിന്നുള്ളതൊന്നും ഇങ്ങോട്ട് സ്വീകരിക്കില്ല. ആത്മാവിൽ നിന്നുള്ളതിനെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നതിനാണ് എന്തെന്ന് പറയണ്ടേ? ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയേണ്ടത്. ആത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ നാം ആത്മാവിലേക്ക് ഈ ദൈവവചനത്തെയൊക്കെ കൈക്കൊണ്ട് നമ്മൾ ആത്മാവിൽ ശുദ്ധിയുള്ളവരായിട്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി, അങ്ങനെയാണെങ്കിൽ മാത്രമേ ആത്മാവിൽ നമുക്ക് ശരിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ പരിച്ഛേദന ഇല്ല എങ്കിൽ, ഈ ഹൃദയ പരിച്ഛേദന ഇല്ല എങ്കിൽ ഇത് രണ്ടും രണ്ട് കമ്പാർട്ട്മെൻ്റായിട്ട് അങ്ങനെ കിടക്കും. ഈ ഹൃദയ പരിച്ഛേദന ലഭിച്ചവർക്ക് മാത്രമേ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഉള്ളതായ ഇടപാടുകൾ സാധിക്കുകയുള്ളൂ. ഇപ്പം എന്തുകൊണ്ടാണ് നമുക്ക് കേട്ടിട്ട് അനുസരിക്കാൻ കഴിയാത്തത് എന്നുള്ളത് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ആ ഹൃദയ പരിച്ഛേദന ആ കാര്യത്തിൽ ഒരു വലിയ പരാജയമുണ്ട്, കുറവുണ്ട്. നമ്മൾ ആത്മാവിൽ നിന്നല്ല സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സ്വീകരിക്കുന്നത് എവിടുന്നാ? ലോകത്തിൽ നിന്നും ജഡത്തിൽ നിന്നുമൊക്കെയാണ്. അതുകൊണ്ടാണ് ദൈവവചനമൊക്കെ കേട്ട് നല്ല തീരുമാനമൊക്കെ എടുത്തിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മളെല്ലാം നമ്മുടെ ജഡത്തിൽ നിന്നും ലോകത്തു നിന്നും സ്വീകരിക്കും. എത്ര നന്നാവണമെന്ന് വിചാരിച്ചിട്ട് നന്നാവാത്ത രീതിയിൽ നമ്മൾ എന്തായി അങ്ങനെ അങ്ങോട്ട് കിടന്ന് ജീവിതകാലം മുഴുവൻ, എന്നിട്ട് അവസാനം നമ്മളെടുത്തുന്ന തീരുമാനം എന്താണെന്നറിയാവോ? ഇതൊക്കെ ആരെക്കൊണ്ട് സാധിക്കും എന്ന് വെച്ച് പിന്നെ അവർ ചോദിക്കുക, പ്രസംഗിക്കുന്നവരുടെ നേരെ കൈ ചൂണ്ടും, നിങ്ങളിങ്ങനെയാണോ ജീവിക്കുന്നത്? അല്ലേ? അതല്ലേ നമുക്ക്, നിങ്ങൾ അങ്ങനെയല്ല ജീവിക്കുന്നതെന്ന് ഒന്ന് സ്ഥാപിച്ച് കിട്ടിയാൽ പിന്നെ നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു. അല്ലേ ബാബു സഹോദര? പ്രസംഗിക്കുന്നവർ അങ്ങനെയല്ല എന്ന് ഏതെങ്കിലും വിധത്തിൽ ഒന്ന് സ്ഥാപിച്ച് കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം രക്ഷയായി. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഭയങ്കര വഞ്ചനയാണ്. ഇതാണ് നമ്മളെ തന്നെ ചതിക്കുന്നതായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ തന്നെ ചതിക്കണോ? അല്ല. നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. എന്താണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം? എന്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം? സുവിശേഷം. അത് തന്നെയാണ്. അതിൽ നിലനിൽക്കുന്നവനോ? അപ്പോൾ അതിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞതായിട്ടുള്ളൊരു കാര്യമുണ്ട്, കേട്ടുമറക്കുക എന്ന് പറയുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിൽ നിലനിൽക്കുന്നവൻ താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. പ്രിയമുള്ളവരെ, ഒരു ചതിയൻ എന്നാണോ നമ്മെക്കുറിച്ച് ദൈവവചനം പറയേണ്ടത്? അതേ ഒരു ഭാഗ്യവാൻ എന്നാണോ പറയേണ്ടത്? നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കി അതിൽ നിലനിൽക്കാം. ഉറ്റുനോക്കണം, ഉറ്റുനോക്കുക എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ച് നോക്കുക. സുവിശേഷത്തിലൂടെ, സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രക്ഷിക്കപ്പെടുന്ന ആ ഒരു സമയം വരെയുള്ളത് മാത്രമല്ല, മറിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതാന്ത്യം വരെ ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രവർത്തനമാണ് സുവിശേഷം ചെയ്യുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ
തികഞ്ഞ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കി, ശ്രദ്ധയോടെ നോക്കി അതിൽ നിലനിൽക്കുന്ന ആളുകളായിട്ട് നമുക്ക് തീരാം. സർവശക്തനായ ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.